ഹായ് നമസ്കാരം. ഈ കാണുന്നത് നമ്മുടെ ചേർത്തല അപ്സര ഹോട്ടൽ ഉടമയായിട്ടുള്ള ബിന്നിച്ചേട്ടൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലെ ഒരു നല്ല ലോൺ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന സ്ഥലത്തുള്ള വാഴ കൃഷിയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന വളം അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വിൻഡ്രോ കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് കൊണ്ടുവന്ന തലേ ദിവസത്തെ വേസ്റ്റാണ്. ഇത് നമ്മൾ ഇതുപോലെ ഈ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ഒപ്പം ആ പറമ്പിൽ വരുന്ന എല്ലാത്തരം വേസ്റ്റും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പച്ചിലകൾ, കരിയിലകൾ, മുഴുവൻ സാധനങ്ങളും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രീൻ എം പ്ലസ് ചേർത്തിട്ടുള്ള നമ്മുടെ അഗ്രി പോയിൻറ്റിൻ്റെ ഇനോക്കുലം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. കണ്ട, ഇതിനകത്ത് ആ ഹോട്ടലിലെ മുഴുവൻ വേസ്റ്റും ഉണ്ട്. സവോളത്തൊലി, ഉള്ളിത്തൊലി, അവിടുത്തെ നാരങ്ങയുടെ തോട്, അതുപോലെ എല്ലാത്തരം വേസ്റ്റും, ഇലകൾ, വാഴയിലകൾ, അതുപോലെ എല്ലാത്തരം വേസ്റ്റും ഇട്ടിട്ടാണ് അദ്ദേഹം ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇത് വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഇനോക്കുലം വിതറി കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംവിധാനം നമ്മുടെ ഹോട്ടലുകൾ, കാറ്ററിംഗ് സെൻറ്ററുകൾ, അതുപോലെ വലിയ അളവിൽ വേസ്റ്റ് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങൾ, കൺവേർഷൻ സെൻറ്ററുകൾ, അവിടെയൊക്കെ ഇതുപോലത്തെ ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ജൈവ മാലിന്യത്തെ സംസ്കരിക്കാനായിട്ട് ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണത്തിനുള്ളൊരു ഉപാധി നമുക്ക് സ്വയമേ ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൽ നിന്നുണ്ടാകുന്ന വളം ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന പോലെ നല്ല രീതിയിലൊരു കൃഷി നമുക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ കൃഷിക്ക് വേണ്ടിയുള്ള വളം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ട, അത് നമ്മളുടെ തന്നെ വീട്ടിലേക്ക് വരുന്ന വേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും കഴിയും. അതിന് വേണ്ടത് ആകപ്പാടെ ഈ ഇനോക്കുലം മാത്രമാണ്. യാതൊരുവിധ സ്മെല്ലോ ബുദ്ധിമുട്ടുകളോ കൂട്ടാതെ നമ്മളുടെ വീട്ടിലെ മാലിന്യത്തെ, ജൈവ മാലിന്യത്തെ സംസ്കരിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.